ഹായ് ആൻഡ് ഹലോ, വെൽക്കം ടു റിലീഫ് ദ മൈൻഡ്. ബസ്സിൽ വെച്ചിട്ട് ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണവുമായിട്ട് ഒരു യുവതി സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെ ആ യുവാവ് ആത്മഹത്യ ചെയ്ത ഒരു സംഭവം നമ്മുടെ സമൂഹത്തെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. ആ ഒരു വിഷയമാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം. സത്യത്തിലെ അന്ന് ആ ബസ്സിനുള്ളിൽ സംഭവിച്ചത് എന്താണ്? ഒരു കരുതി കൂട്ടിയിട്ടുള്ള ഒരു ആക്രമണം, അങ്ങനെ പറയേണ്ടി വരും നമുക്കിനി അതിനെ. നിങ്ങൾ എന്നൊന്ന് പറയേ, ദീപകിൻ്റെ മരണത്തിന് കാരണമായി പറയപ്പെടുന്ന ആ വീഡിയോ പലതവണ ശ്രദ്ധാപൂർവം കണ്ടപ്പോൾ ചില അടിസ്ഥാന ചോദ്യങ്ങൾ ഉയരാതിരിക്കാനാവുന്നില്ല. ഒരു സാധാരണ ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ദൃശ്യങ്ങൾ രണ്ട് ഭാഗങ്ങളായിട്ടാണുള്ളത്. ആദ്യ ഭാഗത്തിൽ കാണുന്നത് നല്ല വേഷത്തിലുള്ള ഒരു യുവാവിനെ, ജോലിക്ക് ശേഷമോ ജോലിക്കായി പോകുകയോ ചെയ്യുന്ന ഒരാളെന്ന തരത്തിലുള്ള സാധാരണ ഒരു യാത്രക്കാരൻ. സീറ്റുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് തിരക്കേറിയ ബസ്സിൽ നിന്നു പോകുന്ന ഒരു സാധാ യാത്രക്കാരൻ. മറ്റുള്ളവരെ പോലെ തന്നെ അയാളും നിൽക്കുന്നു. അയാളുടെ കയ്യിലൊരു ബാഗുണ്ട്. അയാളുടെ കണ്ണോട്ടമോ ശരീരഭാവങ്ങളോ ആരോടും പ്രത്യേക ശ്രദ്ധ കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അസ്വാഭാവികമായിട്ടുള്ള ഒരു നീക്കവും അയാളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഉദ്ദേശപൂർവമായ സമീപനവും ദൃശ്യങ്ങളിൽ നിന്ന് വായിക്കാൻ കഴിയുന്നില്ല. അതായത് അയാൾ തൻ്റെ ബാഗ് ഉയർത്തിപ്പിടിച്ച് ചുറ്റുമുള്ള തിരക്കിനോട് പൊരുത്തപ്പെട്ട് നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന സൂചന ആദ്യ ഭാഗത്ത് എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ അബ്സ എന്ന് പറഞ്ഞ പെൺകുട്ടി പങ്കുവച്ച സെയിം വീഡിയോ പോലെ തന്നെ ആദ്യ ഭാഗവും ഇവിടെ കടന്നു പോവുകയാണ്. രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ രണ്ടാം ഭാഗം പൂർണ്ണമായും വ്യത്യസ്ത രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. രണ്ടാം ഭാഗം എഡിറ്റഡ് വേർഷനാണ്. ദൃശ്യങ്ങൾ സ്ലോ മോഷനിലാക്കി എഡിറ്റ് ചെയ്തതാണെന്ന് വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ബെല്ല് മുഴങ്ങുന്ന ശബ്ദം കേൾക്കുന്നു. ബസ് സ്റ്റോപ്പിലെത്തിയെന്ന് വ്യക്തമാകുന്ന ആ ഒരു നിമിഷമാണത്. ബസ് നിൽക്കുന്നു. യാത്രക്കാർ കൂട്ടം കൂട്ടമായിട്ട് ഇറങ്ങാൻ തുടങ്ങുന്നു. ദീപക് ഇറങ്ങാൻ തയ്യാറെടുക്കുന്ന സമയത്ത്, അതായത് നമ്മളിപ്പോൾ ഇറങ്ങാൻ നിൽക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാഗ് ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ആ ബാഗ് ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്ന സമയത്താണ് ആദ്യമായൊരു സ്പർശനം സംഭവിക്കുന്നത്. മുന്നിലുള്ള ആളിനിടയിൽ ബാഗ് കുടുങ്ങുന്നുണ്ടോ എന്നൊരു സംശയവും നമുക്ക് അതിനകത്തുനിന്ന് കാണാൻ കഴിയും. ആ ബാഗ് കുടുങ്ങുമ്പോഴാണ്, അത് പുറത്തേക്ക് വലിക്കുമ്പോഴാണ് രണ്ടാമത്തെ കൂടുതൽ അതായത് ആ ബാഗ് അയാളിൽ കുടുങ്ങുമ്പോൾ ശക്തമായിട്ട് വലിക്കുകയാണ്. ആ വലിക്കുമ്പോഴാണ് ആ രണ്ടാമത്തെ കൂടുതൽ ശക്തമായി തോന്നുന്ന സമ്പർക്കം ഉണ്ടാകുന്നത്. ഈ പെൺകുട്ടി ആവട്ടെ, ഇത് ഒന്ന് ടച്ച് ആയിക്കോട്ടെ, എന്നിട്ട് വേണം എനിക്കിത് ഇപ്പം തന്നെ ചൂടോടെ ഇത് ഇൻസ്റ്റാഗ്രാമിലോ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്യാൻ എന്നുള്ള ഒരു ഉദ്ദേശം നമുക്ക് അവളുടെ മുഖത്തുനിന്ന് വ്യക്തമായിട്ട് വായിക്കാൻ സാധിക്കും. ചിരിച്ചുകൊണ്ടാണ് അവൾ നിൽക്കുന്നത്. അവൾക്ക് യാതൊരു വക ഭാവം പറ്റങ്ങളോ ഒന്നുമില്ല. ഇപ്പോൾ അവളുടെ മാറിടത്തിൽ കൈ വരുമ്പോൾ അവൾക്ക് ഒഴിഞ്ഞു മാറാനോ, സാധാരണ രീതിയിലുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ ആ ഫോണും പിടിച്ച് നിൽക്കല്ല ചെയ്യുക, ഒന്ന് മാറുക ചെയ്യുക. ഇവൾ എന്തിനും, അതായത് എന്നൊന്ന് ഒഴിയൂ, എന്നിട്ട് എനിക്കത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു മുൻവിധിയോട് കൂടിയിട്ട് ഈ ക്യാമറയും ഈ മൊബൈൽ ഫോണും കൈപിടിച്ച് നിൽക്കുന്ന പോലെ ഉള്ള ഒരു ഫീലാണ് നമുക്ക് ആ കുട്ടിയിൽ നിന്നും കിട്ടുന്നത്. ഈ ബാഗുമായിട്ട് യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഇത് അത്ര എളുപ്പത്തിൽ സംഭവിക്കാവുന്നതാണെന്ന് പ്രത്യേകം പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. മുഴുവൻ ദൃശ്യങ്ങളും ചേർത്ത് വിലയിരുത്തുമ്പോൾ അത് ഉദ്ദേശപൂർവമായിട്ടുള്ള ഒരു പ്രവൃത്തിയായി തോന്നുന്നില്ല. മറിച്ച് തിരക്കിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു അനിവാര്യമായ അവസ്ഥയെന്ന വിലയിരുത്തലിലേക്കാണ് ദൃശ്യങ്ങൾ നമ്മളെ നയിക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കപ്പെടുന്നുണ്ട്. സാധാരണയായിട്ട് തിരക്കുള്ള പൊതുഗതാഗതത്തിൽ യാത്ര ചെയ്യുന്നവർ ഇറങ്ങേണ്ട സ്റ്റോപ്പിന് മുൻപേ തന്നെ സ്ഥാനം മാറി തയ്യാറെടുക്കും. ഈ ദൃശ്യങ്ങളിലും അതാണ് സംഭവിക്കുന്നത്. ആദ്യ ഭാഗത്ത് യുവാവ് മുന്നിലായിരിക്കുമ്പോൾ യുവതി പിന്നിലാണെന്ന് കാണാം. എന്നാൽ രണ്ടാമത്തെ ഭാഗത്ത് യുവാവ് മുന്നോട്ടേക്ക് നീങ്ങുന്ന സമയത്ത് യുവതി ചെരിഞ്ഞ നിലയിൽ ക്യാമറ പ്രവർത്തിക്കുന്നതാണ് ശ്രദ്ധയിൽപ്പെടുന്നത്.
ഇതുവരെ നേരെ പിന്നിൽ നിന്നിരുന്ന ഒരാൾ ഇറങ്ങാനുള്ള നിമിഷം എത്തിയപ്പോൾ എന്തിനാണ് ക്യാമറ ഓൺ ചെയ്ത് സ്ഥാനം മാറ്റിയതെന്ന് ചോദ്യം സ്വാഭാവികമായിട്ടും ഇത് കാണുന്ന ഏതൊരു പൊട്ടനും ഉയരുന്ന ചോദ്യമാണ്. ഈ സാഹചര്യമാണ് ചില സംശയങ്ങൾക്ക് ഇട നൽകുന്നത്. വൈറൽ റീലുകൾക്കും റീച്ചിനും വേണ്ടി കഥകൾ നിർമ്മിക്കപ്പെടുമ്പോൾ ഏറ്റവും വലിയ നഷ്ടം സംഭവിക്കുന്നത് ഒരാളിനല്ല, ദീപക്കിനെ പോലെ ജീവിതം നഷ്ടപ്പെടുന്നവരും പൊതുഗതാഗതത്തിൽ യഥാർത്ഥത്തിൽ ലൈംഗികാതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകളുമാണ് ഒരുപോലെ ഇരയാവുന്നത്. ഇപ്പോൾ പുലി വരുന്നേ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ല്, ഒറിജിനൽ പുലി വരുമ്പോൾ കാണാൻ ആളുണ്ടാവില്ല. ഇതുപോലെയുള്ള ഫേക്ക് ന്യൂസുകൾ പടർത്തുന്നത് ഒറിജിനൽ ന്യൂസുകളെ മുക്കിക്കളയാൻ പാകത്തക്ക വണ്ണമുള്ള കാലമാണ് വരാൻ പോകുന്നത്. വ്യാജ ആരോപണങ്ങൾ യഥാർത്ഥ പീഡനങ്ങളുടെ വിശ്വാസ്യതയെ പോലും തകർക്കുകയും സ്ത്രീകളുടെ യഥാർത്ഥ ശബ്ദങ്ങളെ മായ്ച്ചു കളയും ചെയ്യുന്നുണ്ട്. ഇതാണ് ഏറ്റവും അപകടകരമായ ഫലം. നമ്മൾ ആ മരണ വീട്ടിലത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു. ഈ സൂയിസൈഡ് ചെയ്ത ദീപക് എന്ന് പറഞ്ഞ യുവാവിൻ്റെ അമ്മ നിലവിളിക്കുന്ന ഒച്ച ഇങ്ങനെയാണ് കരയുന്നത്. ഒരു ചീത്ത സ്വഭാവവും ഇല്ലാത്ത മോനാണല്ലോ. ഓനെ അറിയണ എല്ലാവർക്കും എൻ്റെ കുട്ടിയുടെ സ്വഭാവം അറിയാം. എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്ക്, എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ അറിയാം ഓൻ്റെ സ്വഭാവം. ഓൻ അങ്ങനെ ഒരു ചീത്തത്തരവും ഉള്ള കുട്ടിയല്ല. അതാണ് എൻ്റെ കുട്ടിക്ക് ഇത് സഹിക്കാൻ പറ്റാണ്ട് പോയത് എന്നാൽ അമ്മ നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ ആ ഒരൊറ്റ വീഡിയോ ഇതുപോലെ എത്ര പേരെയാണ് തകർത്തതെന്നാണ് നമ്മളവിടെ നിന്ന് ആലോചിച്ചു പോകുന്നത് അല്ലേ. നമ്മൾ ചിന്തിക്കുക എന്താണ്, എത്ര ആൾക്കാരുടെ ജീവിതങ്ങളാണ് ഇതുപോലെ തകർന്നു പോകുന്നത്. ഒരാൾ ലോകത്തിന് മുമ്പിൽ താൻ മോശക്കാരനാണെന്ന അസ്തിത്വ വേദന താങ്ങാനാവാതെ ജീവനൊടുക്കുമ്പോൾ അയാളുടെ അമ്മ തൻ്റെ മോൻ ചീത്തയല്ലെന്ന് ലോകത്തോട് തന്നെ വിശ്വസിപ്പിക്കേണ്ട അവസ്ഥയിലും എത്തി. അല്ലെങ്കിലും തനിക്ക് ഇത്രമേൽ പ്രിയപ്പെട്ടവർ ലോകത്തിന് മുൻപിൽ മോശക്കാരനായെന്ന ആശങ്കയിൽ ജീവനൊടുക്കിയാൽ പിന്നെ അയാളുടെ നിരപരാധിത്വം ലോകത്തെ വിശ്വസിപ്പിക്കാതിരിക്കാൻ അയാളുടെ പ്രിയപ്പെട്ടവർക്കാകില്ല. അതൊരു കഠിന ശിക്ഷയാണ്, മരിച്ചവർക്കല്ല ജീവിച്ചിരിക്കുന്നവർക്ക്. അയാളുടെ അമ്മ, അച്ഛൻ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയ എല്ലാവരും ഇപ്പോൾ ആ കഠിന ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവർ ലോകത്തോട് വിളിച്ചു പറയുകയാണ് അയാൾ അങ്ങനെ ഒരാളല്ല എന്ന്. നിങ്ങൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരൊറ്റ മോനാണ്, വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കുന്നത് അയാളാണ്. വാർദ്ധക്യത്തിലേക്ക് കടന്ന അമ്മയുടെയും അച്ഛൻ്റെയും ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ വച്ച് പുലർത്തുന്ന ഒരു മോനാണ് ഇയാൾ ദീപക്. നമ്മുടെ കൺമുൻപിൽ അത്രയേറെ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിട്ടും ഒരു നിമിഷം കൊണ്ട് അയാൾ ആ ജീവൻ അവസാനിപ്പിച്ചുവെങ്കിൽ അയാളുടെ ഉള്ളിലെ അസ്തിത്വവേദനയുടെ തീവ്രത അത്രത്തോളം വലുതായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ വേദനയ്ക്കപ്പുറമാണ് ഇപ്പോൾ ഈ അമ്മ അനുഭവിക്കുന്നത്, കൂടാച്ചനും. ആ അമ്മ നെഞ്ചുപൊട്ടി പറയുന്ന വാക്കുകൾ നമ്മുടെ കാതുകളിലൊക്കെ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കുള്ള യോഗം ഇനി വേറൊരു അമ്മമാർക്കും വരരുതേന്ന്. നിയമം, കോടതി, പോലീസ് ഇതെല്ലാം വെറും പേരുകൾ മാത്രമല്ല. നിയമത്തിൻ്റെ സംരക്ഷണം പെണ്ണിന് മാത്രമല്ല, ഏതൊരു മനുഷ്യനുമുണ്ട്. പണമുണ്ടാക്കാൻ ഇതിനേക്കാൾ നല്ല വഴികളുണ്ട്. ഏതൊരു മനുഷ്യനും അഭിമാനം എന്നൊരു കാര്യമുണ്ട്. ഒരു വൈറൽ വീഡിയോ മോഹത്തിന് ബലിയാടായത് ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ പ്രതീക്ഷകളാണ്. അഭിമാനം തകർന്ന ഒരു മനുഷ്യൻ ജീവനൊടുക്കുമ്പോൾ നമ്മൾ തോറ്റത് സോഷ്യൽ മീഡിയയുടെ ക്രൂരതയ്ക്ക് മുന്നിലാണ്. നിയമത്തിൻ്റെ പിൻബലം ദുരുപയോഗം ചെയ്ത് പ്രശസ്തിയാക്കി നിരപരാധികളായ മനുഷ്യരെ ബലിയാടാക്കുന്ന ഈ പ്രവണതകൾക്ക് അറുതി വരുത്തേണ്ടത് ഇപ്പോഴത്തെ അടിയന്തര ആവശ്യമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ നീതി പ്രതികാരമല്ല, നീതി മനുഷ്യത്തോടൊപ്പം നിൽക്കുമ്പോഴാണ് സമൂഹം സുരക്ഷിതമാകുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനിയുള്ള ആൾക്കാരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പബ്ലിക്കിൽ ഒരു മോശം സംഭവം നമുക്ക് നടക്കുകയാണെങ്കിൽ എവിഡൻസിനായിട്ട് നമുക്ക് വീഡിയോ യൂസ് ചെയ്യണ്ട എന്നല്ല പറയുന്നത്. ബട്ട് അത് നേരെ കൊണ്ടുപോയിട്ട് തൻ്റെ സ്വന്തം അക്കൗണ്ടായിട്ടുള്ള ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്യാനല്ല ശ്രമിക്കേണ്ടത്.
അത് എവിഡൻസാണ്. അത് കോടതിയിലാണ് ഹാജരാക്കേണ്ടത്, അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലാണ് ഹാജരാക്കേണ്ടത്. അവിടെയാണ് നമുക്ക് നീതി കിട്ടേണ്ടത്. അല്ലാതെ ഇതുകൊണ്ട് പോയി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ട് ഞാനിങ്ങനെ ഇതിനെ എന്താ പറയുക, ഇരയായി, ലൈംഗികാതിക്രമത്തിനിരയായി എന്നുള്ള ഒരു വേർഡ്സ് വിട്ട് ഇതുപോലെ ഒരാൾക്കും വരരുത്, ഇയാളെ സമൂഹം ശിക്ഷിക്കണം എന്നൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് ആരാ അധികാരം തരുന്നത്? സമൂഹത്തിന് ശിക്ഷിക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ ഇപ്പം നീ ജീവനോടെ ഉണ്ടാവില്ല. സോഷ്യൽ മീഡിയ പല കാര്യങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാം. സ്വന്തം റീച്ചിന് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതം ബലിയാടാക്കുന്ന ഇതുപോലെയുള്ള നാറിയ പ്രവണതകൾ ഇനി ഉണ്ടാവാൻ പാടില്ല. ഈ പെണ്ണുങ്ങളെ പേടിച്ച് ആണുങ്ങൾ ഇനി ബസ്സിനകത്ത് കയറാതെ നടക്കണോ? ഒരു മൊബൈലും ഒരു പെണ്ണുണ്ടെങ്കിൽ റീച്ച് ആവാം എന്നുള്ളൊരു ചിന്താഗതി അതാദ്യം മാറ്റണം. എന്നാലേ ഈ നാട് നന്നാവും. തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.